ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചേച്ചി, എടാ ഒരു മാല പോയാലെന്താ? എന്റെ ചെറുക്കന്റെ ആഗ്രഹം സാധിച്ചില്ലേ? അത് സാധിച്ചു. പക്ഷേ രാധിക പോകാൻ തീരുമാനിച്ചാലോ? എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ. ആലോചിച്ചാൽ ഉത്തരം കിട്ടും. മുത്തശ്ശി പ്രിയങ്കയ്ക്ക് കൊടുത്ത മാല കൊള്ളാല്ലേ? പാചകം ഗംഭീരമായിരുന്നു. എല്ലാ ഐറ്റത്തിനും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ആ മത്സരല്ലേ, വാശിയേറിയ പ്രിയ എന്ത് വേണേലും ചെയ്യും. താനേ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോകണം. ആ അതെ. തീരുമാനം മാറ്റില്ല? എന്തായാലും ഇല്ല. മത്സരം അവസാനിച്ചുകൊണ്ടാണോ പോകുന്നേ? ഇനി ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായ താൻ വരുവോ? മത്സരം ഉണ്ടായ ഞാൻ വരേണ്ട കാര്യം എന്തുവാ? പിന്നെ ആര് പാചകം ചെയ്യും? പ്രിയങ്കയ്ക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പോലും അറിയില്ല. ആ വിഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് താനല്ലേ? കള്ളം പറയരുത്, അവള് കഷ്ടപ്പെട്ട് ചെയ്താ. ആണോ? എങ്കിലേ സത്യം മാത്രം പറയുന്ന രാധിക ദേ ഇത് നോക്കി. കണ്ടു നോക്ക്. ഇനി പറ, പ്രിയങ്കയുടെ കഷ്ടപ്പാട് കൊള്ളാവോ? അത് ഞാൻ പിന്നെ അവളെന്നെ ഒരുപാട് നിർബന്ധിച്ചോണ്ടാ. ആയിക്കോട്ടെ. പക്ഷേ ചേച്ചി അനിയത്തിയും കൂടി രഹസ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന്റെ പുറകിൽ എന്റെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവുമെന്ന് കരുതിയില്ല അല്ലേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇതാരെയും കാണിക്കരുത്. ഓക്കെ. പക്ഷേ പ്രതിഫലമല്ലാതെ വേറെന്ത് എനിക്ക് തരും? ഞാൻ എന്ത് തരാനാ? പക്ഷെ മനസ്സിൽ നന്ദി ഉണ്ടാവും. അയ്യടാ, നന്ദി ആർക്ക് വേണം? ഈ വഴി കിടന്ന ഒരാൾക്ക് 10 രൂപ കൊടുത്താ അയാൾക്കുണ്ടാവില്ലേ നന്ദി? പിന്നെന്താ വേണ്ടേ?